അൻവർ വെറുതെ അങ്ങ് പറയുകയല്ല, അതിന് തെളിവുകൾ നിരത്തുകയാണ്, തെളിവുകൾ നമ്മൾ കാണുകയാണ്. ഈ പറയുന്ന കവടിയാറിൽ 1 സെന്റ് ഒക്കെ വാങ്ങാൻ എത്ര ലക്ഷങ്ങൾ വേണ്ടി വരും? അപ്പോൾ 10 സെന്റ് എം.ആർ. അജിത് കുമാർ വാങ്ങിയിരിക്കുന്നു, ഭാര്യ സഹോദരൻ 15 സെന്റ് വാങ്ങിയിരിക്കുന്നു, അവിടെ മണിമാളിക പണിതുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്ന് വരുന്ന പണം? അതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസ് ഗ്രൂപ്പുകളിലൊക്കെ ADGP പിടിമുറുക്കി എന്ന സന്ദേശങ്ങൾ ഒക്കെ പരക്കുന്നുണ്ട്. ADGPക്ക് മാറ്റമില്ല എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും അവര് വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു. ആ പ്രതീക്ഷ പറഞ്ഞിരുന്നു. കാരണം പോലീസിന്റെ ഒരു വിഭാഗമല്ല, ഭൂരിഭാഗവും എനിക്കൊപ്പമുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരണമെന്ന് അൻവർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി. PV അൻവർ MLA തന്നെ പറയുന്നുണ്ട്, പോലീസുകാരെ കൂടി ഇണക്കി ചേർത്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് താൻ നടത്തിയതെന്ന്. അതിന്റെ ഭാഗമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ കോൾ ശബ്ദരേഖയും പുറത്തുവിട്ടു, ഇങ്ങനെ റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഈ എം.ആർ. അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ 2 തലത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. ഒന്ന്, ഈ നമ്മുടെ അതിക്രൂരമായ കൊലപാതകമടക്കമുള്ള ആരോപണങ്ങൾ, തിരോധാനം, തട്ടിക്കൊണ്ടുപോകൽ, സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണ മാഫിയ, അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, ഇപ്പോൾ കവടിയാർ കൊട്ടാരത്തിന് മുന്നിൽ ആ കൊട്ടാരത്തേക്കാൾ വലിയ രീതിയിലൊരു കൊട്ടാരം പണിയാൻ ഒരുങ്ങുന്നു, അതിൻ്റെ നിർമ്മാണം നടക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ കവടിയാറിലെ കൊട്ടാരം കോമ്പൗണ്ടിനോട് ചേർന്നുള്ള ഒരു വസ്തു, അത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതാണ്. നമുക്കറിയാം, അത് തിരുവനന്തപുരത്തേക്കാരെ സംബന്ധിച്ചറിയാം. കവടിയാറിൽ ഒരു വസ്തു എന്നത് ആർക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയും, ആർക്കൊക്കെയാണ് അത് ലഭ്യമാകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത്, അങ്ങനെ ഒരു വസ്തുവിൽ ഒരു സ്വന്തം പേരിൽ ഒരു കെട്ടിടം പണിഞ്ഞുയർത്തുന്നു, ഒരു വീട് സൗധം പണിഞ്ഞുയർത്തുന്നു. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഇന്ത്യൻ പോലീസ് സർവീസിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ വേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റുന്നതാണോ ആ ഒരു വസ്തു വാങ്ങിക്കുകയും അതിലൊരു കെട്ടിടം പണിയുമൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഇനി സർക്കാരിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അത്തരമൊരു സാമ്പത്തിക ആരോപണമൊക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഉയരുമ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്കൊക്കെ പോകേണ്ടതാണ്. പക്ഷെ അത്തരം അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല. DGPയുടെ നേതൃത്വത്തിൽ ഒരു 4 DGPയും 4 IPS മാത്രമല്ല, സാമ്പത്തികം, അഴിമതി, കൊലക്കുറ്റം, ഫോൺ ടാപ്പിംഗ്, അങ്ങനെ നിരവധി ആരോപണങ്ങളുണ്ട്. ഇതിലൊന്നിലും കൃത്യമായ അന്വേഷണം പോലും നടക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. അനന്തൻ, PV അൻവർ ഈ ആരോപണമെല്ലാം ഉന്നയിച്ച ഭരണപക്ഷത്തു നിന്നുള്ള MLA നാളെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്, മുഖ്യമന്ത്രിയെ കാണാൻ, ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വരുന്നുണ്ട്. ഇനി നാളെ 1 കഴിഞ്ഞു 2 കഴിഞ്ഞു, നാളെ 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം അൻവർ എന്ത് പറയും? ഇപ്പോൾ അജിത്തിനെ കൂടി മാറ്റുന്നില്ല എന്ന സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി അടുത്ത ബോംബ് എന്തായിരിക്കും അൻവറിന്റെ കയ്യിലുള്ളത്? PV അൻവർ MLA ഇന്ന് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്, തുടർച്ചയായി നടത്തിയ വാർത്താസമ്മേളനം ഇന്ന് കൂടി നടത്തി. അതിനുശേഷം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം 1ാം ഘട്ടം അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് 2ാം ഘട്ടം ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അക്കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണോ തീരുമാനമെടുക്കുക, അതല്ലെങ്കിൽ PV അൻവർ MLA പ്രതീക്ഷിച്ച ഒരു നടപടി ഉണ്ടാകും, ആ നടപടി അല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എങ്കിൽ അടുത്ത നീക്കം MLAയുടെ എന്തായിരിക്കും? നാളെ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്, മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്, അതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് MLAയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് എപ്പോഴാണ് കൂടിക്കാഴ്ച എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അത് കണ്ട ശേഷം MLA എന്താണ് ഇനി നടത്താൻ പോകുന്ന നീക്കം എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, തൻ്റെ പക്കൽ ഇനിയും ഒട്ടേറെ തെളിവുകൾ, ഫോൺ ശബ്ദരേഖകളൊക്കെ ഉണ്ട് എന്നുള്ളത്. DGP എം.ആർ. അജിത് കുമാർ ഏതോ സ്വർണ്ണക്കടത്തുകാരനുമായി സംസാരിക്കുന്ന ശബ്ദരേഖ ഉണ്ട് എന്ന് വരെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ അല്ലെങ്കിൽ നാളെ അത് പ്രതീക്ഷിക്കാം നമുക്ക്. ഇനി അതെല്ലാം കൂടെ പുറത്തു വരട്ടെ എന്നിട്ടാകാമെന്നാണോ മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനൊരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോയോ എന്ന് അറിയില്ല. കാരണം ഇനി ആ തെളിവെല്ലാം പൊതുജനത്തിന്റെ സമക്ഷത്ത് വരട്ടെ എന്നുള്ള നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോയതുകൊണ്ടാണോ ഇപ്പോൾ തൽക്കാലം എം.ആർ. അജിത് കുമാറിനെ അവിടെ വെച്ചിരിക്കാൻ തീരുമാനിച്ചത് എന്നറിയില്ല. ഏതായാലും നമുക്കിപ്പോൾ മുമ്പിൽ ഉള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ഒരു പ്രസ് റിലീസ് മാത്രമാണ്. ആ റിലീസിൽ നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ പോകുന്നു. ആ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബിനെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ 4 ഉദ്യോഗസ്ഥരെയും ചേർത്തുള്ള ഒരു സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവർ 1 മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. അതിൽ എവിടെയും
MR അജിത് കുമാറിനെ ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന ഒരു സൂചനയും നൽകിയിട്ടില്ല. ഇനി സാധാരണ ഇത്രയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഇത്രയും വലിയൊരു ആരോപണങ്ങൾ സാധാരണ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉയരാറുണ്ട്. പക്ഷേ ഇവിടെ ഭരണപക്ഷത്തു നിന്ന് തന്നെയാണ് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിന് ഇപ്പൊ സോളാർ കേസ് കൂടി വലിയ രീതിയിൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. ശരിക്കും ഒരു NIA അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പ്രതിപക്ഷം പോകേണ്ടതല്ലേ? തീർച്ചയായിട്ടും സോളാർ കേസിനെ പോലെയും അല്ലല്ലോ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അത് സാമ്പത്തിക വഞ്ചനയായിരുന്നു. ആൾക്കാരെ പറ്റിച്ചതാണ്. പറ്റിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയാണ് വന്നത്. പിന്നീട് അത് വളർന്ന് ലൈംഗിക ആരോപണങ്ങളിലേക്കൊക്കെ പോയി അത് മറ്റൊരു തലത്തിലേക്ക് അത് വളരുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഏതാണ്ട് ക്രൈം ത്രില്ലർ സിനിമകളിൽ മാത്രം നമുക്ക് കണ്ടു പരിചയിച്ച ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട് എന്ന് ഒരു ഭരണപക്ഷ MLA പറയുന്നതാണ്. കാരണം ഞാൻ ആ MLA PV അൻവറിൻ്റെ വാർത്താ സമ്മേളനം ഇന്നലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഞാനേതോ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. കാരണം എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് മാത്രമല്ല, കേരളത്തിൽ ജീവിക്കാൻ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ആരും എപ്പോൾ വേണമെങ്കിലും ഒരു അതിക്രമത്തിന് ഇരയാകാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒരു വലിയ മാഫിയ സംഘം, അധോലോകം. മാത്രമല്ല MR അജിത് കുമാറിനെ PV അൻവർ MLA വിശേഷിപ്പിച്ചത് നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനുമപ്പുറം ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്കൂളിൽ പഠിച്ചയാൾ, അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ജീവചരിത്രം പഠിച്ചുകൊണ്ട് അധോലോക പ്രവർത്തനത്തിന് ഇറക്കിയ ആൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം തുടങ്ങുന്നത് തന്നെ. പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നത് മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്വർണ്ണ ലോബിയെക്കുറിച്ചാണ്. അതിനൊപ്പം തന്നെ അവരുടെ മോഡസ് ഓപ്പറാൻഡിയും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അങ്ങനെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല PV അൻവർ ചെയ്തത്. ആദ്യത്തെ ദിവസം അദ്ദേഹം മാമിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് റിദാനെ കുറിച്ച് പറഞ്ഞു. റിദാന്റെ ഇന്ന് അത് പറയുന്നതിന് മുൻപ് റിദാന്റെ കുടുംബത്തെ പോയി PV അൻവർ MLA കാണുകയും ചെയ്തിരുന്നത്. അതായത് കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഈ പൊതുസമക്ഷത്തിന് മുന്നിൽ PV അൻവർ വരുന്നത്. അപ്പോൾ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ മറുപടി പറയാതെ എന്തുകൊണ്ട് MR അജിത് കുമാറിനെ ഇത്രയും അധികം കരുതലോടുകൂടി സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രി എന്നതിന് മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും.